എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇതാണ് കല്ലഞ്ഞണ്ട് കേട്ടാ. നേരെ കല്ലിലോട്ട് അടിച്ചങ്ങിടും. അത് വിഷയോട്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ, ഞാൻ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറേ ആയിട്ട് കല്ലുമ്മേക്കായും നമ്മുടെ കൊക്ര അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചേച്ചിമാർ കടലിൽ പോയിട്ട് അത് എടുക്കുന്നൊരു വീഡിയോ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിലല്ല, എൻ്റെ അടുത്ത് നമ്മളെ അറിയുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ ഞാനും ഇപ്പം കടലിൽ പോയിട്ട് ഒരുപാട് വർഷമായി. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ കൂടെ അമ്മുമ്മയുടെ കൂടെയൊക്കെ പോയതാണ്. സംഭവം എന്ന് പറഞ്ഞാൽ കല്ലിലൊക്കെ വീണ് ഒരുപാട് മുറിവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നെ പേടിയായി, പിന്നെ പോയിട്ടില്ല. പിന്നെ അവരുടെ കൂടെ പോയിട്ടില്ലെന്ന് മാത്രമല്ല, എനിക്ക് അതിനുള്ള ടൈമും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ശരിയാണ്, ആ ഒരു സാധനം ജനങ്ങൾ കാണണം. അവർ പോയി അവിടെ പോയി അത് എടുക്കുന്നത് എങ്ങനെയാണ്, എത്രത്തോളം കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ മാക്സിമം ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. സംഭവം ഇപ്പോൾ ഒരുപാട് വർഷമായിട്ടോ ഞാൻ അവരുടെ കൂടെ കടലിലൊക്കെ പോയിട്ട്. അപ്പോൾ ഞാൻ പോകണം, അവർ പോയിട്ടുണ്ട്. ഞാനിനി സ്ഥലത്ത് പോയിട്ട് ഇനി അവരെ കണ്ടുപിടിച്ചിട്ട് വേണം നോക്കട്ടെ. ഞാൻ മാക്സിമം വെള്ളത്തിലിറങ്ങി തന്നെ അത് മാക്സിമം നല്ല രീതിക്ക് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കല, ഇടവ, വെറ്റക്കട, മാന്തറ ആ ഒരു ഭാഗത്താണ് കേട്ടോ. ആ ഒരു ബീച്ച് ഭാഗത്താണ് പോകുന്നത്. നോക്കട്ടെ, അവിടെ പോയിട്ട് അവരെ കണ്ടുപിടിക്കണം, അവർ ഏത് ഭാഗത്താണുള്ളതെന്നുള്ളത്. അപ്പോൾ ഞാൻ പോട്ടെ, ഇനി നമുക്ക് കടലിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ കടലിൽ വന്ന് കേട്ടാ, കടപ്പുറത്ത് വന്ന് കേട്ടാ, അവർ എവിടെയാണ് നിൽക്കുന്നതെന്ന്, ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ വായ്പളന്ന് ഇങ്ങനെ നോക്കൊണ്ട് നിൽക്കണം കേട്ടാ. ഇനി അവരെ കണ്ടുപിടിക്കണം ഏത് ഭാഗത്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ അവരെ കണ്ടുപിടിച്ചു കേട്ടാ. കടലുകാരെ നോക്കി വന്നപ്പോൾ എല്ലാം കൂടെ കിടക്കുന്നു. കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ, എല്ലാം കൂടെ തെന്നി അടിച്ച് അവിടെ കിടക്കണം. ഞാനേ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തത് അങ്ങ് ദൂരെ ആയിപ്പോയി. ഇനി വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യട്ടെ. എന്ന് പറഞ്ഞാൽ സ്ഥലം അറിഞ്ഞുകൂടാതെയല്ലേ ഞാൻ വന്നത്. അതുകൊണ്ട് വണ്ടി ഇനി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവരുടെ കൂടെ കടലിലോട്ട് ഇറങ്ങാം. അപ്പം ഞാൻ സ്ഥലത്തെത്തി കേട്ടാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവേണേ. ഇറങ്ങുന്ന വഴിയാണ് കണ്ടിട്ട് തന്നെ പേടിയാവണ്. പക്ഷെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ, പണ്ട് കുഞ്ഞിലെ അമ്മയോടൊക്കെ പോണ സമയത്തൊക്കെ പേടിയൊന്നും ഇല്ലായിരുന്നു. സംഭവം ഇവിടെയുള്ള അപകടത്തിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടല്ലോ, അതുകൊണ്ട് ചാടിയൊക്കെ അങ്ങ് ഇറങ്ങും. പക്ഷെ ഇപ്പോൾ പേടിയാണ് കേട്ടോ. അതാ ഇതാണ് വഴി, ഇതുവഴിയാണ് ഇറങ്ങുന്നതേ. വാവ്, അമ്മേ, ഒരുപാട് കവറുകളും സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഈ പാറയുടെ ഇടയിൽ കൂടെയാണ് പോകാനുള്ളത് കേട്ടോ. അതോട്ട് ഇറങ്ങി പോവാ. ഞാൻ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പോണില്ല. സംഭവം ഇവിടെയൊക്കെ ഉള്ള ദാണ്ട് ഇവർ ചാക്കിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ദാണ്ട് കല്ലുമേക്കായ, അത്യാവശ്യം വലിപ്പമുള്ള കല്ലുമേക്കായാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളതിനെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടാ. വെള്ളം കൂടുതലല്ലേ? ഇതിനകത്ത് കൊക്രയും കല്ലുമേക്കായൊക്കെ ഉണ്ട് കേട്ടോ. മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ. ഒരുപാട് ടീമുകളുണ്ട്. ഇതിൽ അത്യാവശ്യം ഇതാണ് ഞാൻ പറഞ്ഞ അത്യാവശ്യം വലിയ കൊക്ര ഇതാണ് കേട്ടോ. അത്യാവശ്യം വലുതെന്ന് പറഞ്ഞാൽ ഇടത്തരം. ഇത്രയുള്ളതൊക്കെ നമുക്ക് നല്ല ഒരു ക്വാണ്ടിറ്റി കിട്ടുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. കുക്കിംഗ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി വേണം. സംഭവം വെള്ളം കണ്ടിട്ട് ഇറങ്ങാൻ കൊതിയാവുന്നു കേട്ടോ. പണ്ട് ഞാൻ പറഞ്ഞില്ല, അമ്മയോടൊക്കെ പോയ സമയത്ത് ഇറങ്ങിയിട്ടുള്ളതാണ്. അളിയ ഇവിടെ എന്തൊക്കെ തപ്പുന്നുണ്ട്. കിട്ടിയാ കൂട്ടി?
നിൽക്കുന്ന വേണ്ട. ഞാൻ ഈ കോലത്തിൽ നിൽക്കുന്നില്ല. എന്തായാലും ഡ്രസ്സ് മാറാം. എങ്ങനെയായാലും ഞാൻ വെള്ളത്തിലിറങ്ങും. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിലാണെങ്കിൽ ഫോണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ആ അലപ്പ് കാരണം കേൾക്കാക്കൊന്ന് അറിഞ്ഞുകൂടാം. എന്നാലും ഞാൻ ഡ്രസ്സ് മാറുന്നുണ്ട്. ഡ്രസ്സ് മാറിയിട്ട് നോക്കട്ടെ. അവരുടെ കൂട്ടത്തിലൊന്ന് വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ. നിങ്ങൾ കരയെ കിടക്കുന്ന പറിച്ചെടുക്കണ. ഇനി ഞാൻ ചേച്ചിമാരൊക്കെ കക്ക എടുക്കുന്നുണ്ട്. കക്ക അതായത് കല്ലുമേക്കായും കൊക്രയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടാ. ഞാൻ അവരെടുത്തോട്ട് പോവാം. ഞാൻ ഇവിടെ വെള്ളത്തിൽ ഒന്നും കളിക്കുന്നില്ല. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ആ പഴയ ഒരു നൊസ്റ്റ് അടിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അവരെടുത്തോട്ട് പോകാൻ വേണം കേട്ടോ. അവരെങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചു തരാം. വലിയ കൊലയുടെ വലിയ കൊലയുടെ കൊല കൊല വലിയൊരു പടലെടുത്താണ്. പടല നിങ്ങൾ കരയെ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കുത്തി എടുക്കണ. അതൊക്കെ വളർന്ന് വലുതാവട്ടെ. അയ്യോ കുഴി കുഴി കുഴി. നമ്മുടെ കുറച്ച് ബാച്ചുകളതോ ആ ഭാഗത്തോട്ട് നിൽക്കൊണ്ട് കേട്ടോ. ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇതിൻ്റെ അടിയിൽ ഞാനിപ്പോൾ നടന്നു പോകുന്നിടത്ത് കല്ലുകളുണ്ട് കേട്ടോ. കല്ലുകളുണ്ട്. ആ കല്ല് ചവിട്ടി എൻ്റെ കാല് കീറിയിട്ടുണ്ടാകുന്നൊരു സംശയം കേട്ടോ. ഇതിൻ്റെ ഈ കല്ലുമേക്കായുടെ തോടുണ്ടല്ലേ, തോട്, കല്ലുമേക്കായുടെ തോട് ഇങ്ങനെ ഇളവിയതൊക്കെ ഇരിക്കും. നമ്മളതിൽ കയറി ചവിട്ടിയ ഈ കുപ്പിച്ചില് ചവിട്ടുന്ന പോലെയാണ് കേട്ടോ സംഭവം. കാല് കീറി പോകും. ചേട്ടൻ്റെയൊക്കെ കാലൊക്കെ ചുന കീറിയൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ഇത് നിർത്തിയതേ ഈ ഒരു കാരണം കൊണ്ടാണ്. പണ്ട് തൊട്ടേ ഞാൻ ഇവിടെ പോയിട്ട് ഇതിന് വരാതിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ബാക്കിയുള്ള ടീമിൻ്റെ അടുത്തോട്ട് പോട്ടെ. അളയാ ഊട്ടിയുടെ അളയാ നമ്മുടെ ചേട്ടൻ അവിടെ നിന്ന് കൊക്ര എടുക്കുന്നുണ്ട്. കൊക്ര എങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചു തരാം. ഒരുപാട് അടുത്തോട്ട് പോയാലേ അടിച്ച് കല്ലിൻ്റെ മണ്ടേ കൂടെ ഇടും. അതാണ് ഞാൻ ഒരുപാട് അടുത്തോട്ട് പോകാത്തത്. അളയാ കൊക്ര കിട്ടിയാ? എവിടെ കാണിച്ചോടെ? ഇതാണ് കൊക്ര.
നമ്മളിതാ ഈ കല്ലിൻ്റെ സൈഡിൽ മണ്ണിൻ്റെ സൈഡിൽ നിന്നൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. എവിടെ പിന്നെ കിട്ടിയായിരുന്നു അതിനുശേഷം ചാക്കിലുള്ളത് ചേട്ടൻ എടുത്തതാണ്. നോക്കട്ടെ, മൊത്തം കൊക്കറാണല്ലോ. കൊക്കറ മാത്രമേ എടുക്കുന്നുള്ളൂ. കൊക്കറ കല്ലുമേക്കായ വലുതുണ്ടോ? ഇനി ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്തോട്ട് പോയിട്ട് വരട്ടെ. ഞാനേ ഇനി നമ്മുടെ വേറൊരു ടീം അങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലേ, അവരുടെ അടുത്തേക്ക് പോയിട്ട് വരാം. നല്ല അങ്ങോട്ട് അടിച്ച് കയറുകയാണെങ്കിൽ കരയിലോട്ട് അടിച്ച് കയറ്റും കേട്ടോ, കല്ലിലോട്ട് അടിച്ച് കയറ്റും. അതാണ് ആ സൈഡിലോട്ട് വലുതായിട്ട് പോകാത്തത്. അവിടെ എൻ്റെ ചേച്ചിയുടെ മക്കളും ടീമുകളും മൊത്തം ഉണ്ട് കേട്ടോ അവരുടെ കൂടെ. സംഭവം ചില സ്ഥലങ്ങളിൽ ഈ മണൽ ഇട്ട് മൂടത്തില്ല. ചില സ്ഥലങ്ങളിൽ തോടലയാ ഒരു മാല എനിക്ക് കിട്ടിയേട്ടാ. മാലയെന്ന് പറഞ്ഞാ സ്വർണ്ണമാല അല്ല കേട്ടാ. മാലയെന്ന് പറഞ്ഞാൽ സ്വർണ്ണമാല അല്ല കേട്ടാ. നമ്മുടെ ഈ കല്ലുമക്കായ എടുത്തിട്ട് അതിൻ്റെ ചണ്ടികളെല്ലാം കൂടെ ഇവർ കടലിൽ കളയും. അതിൻ്റെ ഒരു മാല എനിക്ക് കിട്ടി. ഞാൻ വിചാരിച്ചു വലിയ കല്ലുമേക്കായാണെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ വലിച്ച് പൊക്കിയെടുത്തപ്പം അത് തോട്. എൻ്റെ പൊന്നെ, തിരമാല നല്ല രീതിക്ക് തിരമാലയും കൂടുന്നുണ്ട്, വെള്ളവും കൂടുന്നുണ്ട് കേട്ടോ. അവരങ്ങ് പോവേണ്. ഇതാപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നല്ല ഉപ്പ്. അതാപ്പോൾ നമുക്ക് അയ്യോ തളന്നേട്ടാ, ഈ കടലിലിറങ്ങി അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് ക്ഷീണിക്കും. എവിടെയും തട്ടി മുറിഞ്ഞിട്ടില്ല. കാല് കീറുമെന്നൊരു സംശയമുണ്ട്. നമ്മൾ ഈ ഉപ്പുള്ളതിൽ നിൽക്കപ്പോഴേ അത് അറിയാൻ പറ്റത്തില്ല. അതാണ് വിഷയം. ഞാൻ പറയുന്ന വല്ലതും കേൾക്കാവോ? പിള്ളേര് കക്ക എടുക്കാൻ വന്നിട്ട് പൊളിക്കാനുള്ള മൂഡിലാണ് കേട്ടാ. ഇനി ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോണം. അവരങ്ങ് പോയി കേട്ടോ. ഇവിടെ നല്ല രീതിക്ക് വെള്ളം പുറകോട്ട് വലിക്കുന്നുണ്ട്. നല്ല രീതിക്ക് വെള്ളം പുറകോട്ട് വലിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് കുഴിയാണ് കേട്ടോ. നല്ല കുഴിയുണ്ട്. ഞാൻ കാലങ്ങോട്ട് വെച്ച സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട്. എവിടെ കുഴിയാണോ പിള്ളേരെ? കുഴിയാണ്. ഞണ്ട് ഇത് കുറച്ച് റിസ്ക് ആണ് ചേച്ചി. ഞണ്ട് സുഹൃത്തുക്കളെ, ഒരു കല്ലൻ ഞണ്ടിനെ കാണിച്ചു തരാം. ചേച്ചി കല്ലൻ ഞണ്ടിനെ എടുക്കുന്ന കാണിച്ചു തരാം. ഇതാണ് കല്ലൻ ഞണ്ട്. തിരയില്ല, എടുത്തോ. കൊള്ളാം. കാണിച്ചോട്. ഇതാണ് കല്ലൻ ഞണ്ട്. തരായിരുന്നു. കുട്ടിക്കാറ്റല്ലേ? കാണിച്ചോട്, നല്ലതാണ് കാണിച്ചത്. സുഹൃത്തുക്കളെ, ഇതാണ് കല്ലൻ ഞണ്ട് കേട്ടാ. ഇതൊരു ഇടുക്ക് ഭാഗമാണ്. 2-3 ഭാഗത്തുനിന്ന് വെള്ളം വന്ന് കയറുന്നുണ്ട് കേട്ടാ. ഇറ്റ്സ് ഡേഞ്ചറസ് പ്ലേസ്. പിള്ളേരെ ഒരു ഹായ് കാണിക്ക്. വെള്ളം അടിച്ച് തെറിക്കരുത്. ഞാനിവിടെ ഒരു കല്ലിൻ്റെ മണ്ടേ കയറിയിരിക്കുകയാണ് കേട്ടോ. ചെരുപ്പിട്ടില്ല. ഇതിൻ്റെ മണ്ടേ മൊത്തം ഓസ്റ്ററാണേ. നല്ല ഇഷ്ടംപോലെ ഓസ്റ്റർ ഉണ്ട് കേട്ടോ.
ഞാനേ ഈ മണലിൽ കൂടെ ഒരു ഓട്ടോ ഓടട്ടോ ഒന്ന് വിളിച്ചോണ്ട് പണ്ടത്തെ ഒരു നൊസ്റ്റ് അടിക്കുന്ന കേട്ടാ. ഒന്ന് ഓടാൻ പോവേണേ. നല്ല രീതിക്ക് വെള്ളം കയറുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് വെള്ളവും കയറുന്നുണ്ട്. നല്ലപോലെ തിരയും നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരെ അവരങ്ങ് പോയിരിക്കുകയാണ്. അയ്യോ എൻ്റെ ബാഗ് കണ്ടില്ല. എൻ്റെ ബാഗ് അവിടെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് നീന്തണമെന്നുണ്ട് കേട്ടോ. സംഭവം ആരെങ്കിലും ഒന്ന് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ നീന്തുമായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ നല്ല കുത്തിറക്കമാണ് കേട്ടോ. അവിടെ ഡേഞ്ചറാണ്, അവിടെ ഇറങ്ങരുത്. ഈ മണൽ നിരപ്പായ സ്ഥലം മാത്രം ഇറങ്ങുക. ഇതൊക്കെ പണ്ട് വന്നിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ധൈര്യമായിട്ട് ഇറങ്ങുന്നത്. അല്ലാതെ അയ്യോ ഇവിടെ ഒരു കല്ലായിരുന്നു കേട്ടോ. കല്ല് കാലിക്കൊണ്ട് മുറി. അയ്യോ ഈ വെള്ളം വരുമ്പോൾ പുറം തിരിഞ്ഞ് നിൽക്കണം കേട്ടോ. ഈ തിരമാല വന്നിട്ട് മുതുകത്ത് ഒറ്റ അടിയാണ്. നല്ല സുഖമാണ് കേട്ടോ. ഇനി ഞാൻ മിസ്സാക്കൂല. എപ്പോഴൊക്കെ ചേച്ചിമാരവിടെ കടലിൽ വരാൻ പറ്റും അപ്പോഴൊക്കെ ഞാൻ വരും. സംഭവം എന്ന് വെച്ചാലേ ഒന്നാമത്തെ കാര്യം എനിക്ക് ടൈമില്ല. വർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ടൈമില്ലാത്തതുകൊണ്ടൊക്കെയാണ്. പിന്നെ കയ്യും കാലൊക്കെ പിന്നെ മുറിയും. അതാണ് മെയിൻ വിഷയം. കയ്യും കാലൊക്കെ പിന്നെ മുറിയും. അതാണ് ഞാൻ വരാത്തത്. എന്തായാലും ഞാൻ അവരുടെ മറ്റുള്ളവരെ എല്ലാവരും കവർ ചെയ്ത് ഇനി അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കാം. ഇവിടെ അത്ര കുഴിയാണ്. ഈ കുഴിയുള്ള ഭാഗത്തോട്ട് പോകുന്നത് ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറയാൻ കാര്യം നമ്മൾ നേരെ കല്ലിലോട്ട് അടിച്ചങ്ങിടും. അത് വിഷയമാണ്. അതുകൊണ്ട് മാക്സിമം കുഴിയുള്ള ഭാഗത്തോട്ട് പോകാതിരിക്കുക. കല്ലിൻ്റെ അടുത്തോട്ടും പോകാതിരിക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യാനുള്ളത്. ഞാൻ നോക്കട്ടെ. എന്തായാലും ഇതിലേ കൂടെ പോണത് റിസ്ക്കാണ്. എൻ്റെ പൊന്നെ, ഇതിലേ കൂടെ പോണത് റിസ്ക്കാണ്. ഞാൻ എന്തായാലും കല്ലിൻ്റെ മണ്ട കൂടെ കയറി പോകാം കേട്ടോ. ഇതാ ഒരു തിര വരുന്നുണ്ടേ. ചുമ്മാ അപ്പോൾ ഞാൻ നേരെ പോയിട്ട് കല്ലിൻ്റെ മണ്ടയിൽ കൂടെ കയറി പോവാം കേട്ടോ. കല്ലിൻ്റെ മണ്ടയിൽ കൂടെ അവരുടെ അടുത്തിട്ട് പോവാം. ഇതാ എല്ലാം വാരി കെട്ടിക്കൊണ്ട് പോണേ. കടലിലെ സാധനങ്ങൾ, കടലിലെ മുത്തുകൾ ഇതാ മൊത്തം കൊണ്ടുപോണ ഒരു ചാക്ക്. ഇത്ര എടുത്തോളാ. എവിടെ ബാക്കി? എവിടെ സുഹൃത്തുക്കളെ, എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. ചെരുപ്പ് ചുന്നാൻ പൊട്ടിപ്പോയി. ഒരു വർഷം കഴിഞ്ഞ് കുഴപ്പമില്ല. പുതിയ ചെരുപ്പ് വാങ്ങാം. ഒരു കണ്ണരി കിട്ടിയല്ലേ. ഓ, ഇതാണ് വെറ്റക്കട ബീച്ച് കേട്ടോ. അവിടെ ആ കാണുന്നതിന് വെറ്റക്കട ബീച്ച്. ചിലപ്പോൾ നമ്മളിപ്പോൾ നടന്ന് വെറ്റക്കട ബീച്ചിലെത്തി കേട്ടോ. സംഭവം വെറ്റക്കട ബീച്ചിൽ നിന്നാണ് ഇപ്പോൾ ഇതെടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചേച്ചിമാർ ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ചേച്ചിമാരുടെ അടുത്തോട്ട് പോകാം. എന്താണ് അവർ പറയുന്നത് കേൾക്കാം. സംഭവം ഈ കല്ലിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ കുറച്ച് കുഴിയാണ്. കല്ലിൻ്റെ സൈഡ് കുഴിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കല്ലിൻ്റെ സൈഡിൽ കുഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. തിരയടിച്ച് നേരെ കല്ലിൽ വന്നടിക്കും. അതുകൊണ്ട് കല്ലിൻ്റെ സൈഡ് വാരം നടക്കാതിരിക്കുക. മാറി മണ്ണ് നിരപ്പാണെങ്കിൽ മാത്രം നടക്കുക. പിന്നെ ആർക്കും ഞാൻ തെറ്റായ സന്ദേശം തരാമല്ലോ. കൊച്ചു കുട്ടികളൊന്നും ഇറങ്ങാതിരിക്കുക, അത്രയും നല്ലത്. ഇത് കുറേയൊക്കെ ഞാൻ വന്നൊക്കെ പരിചയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി നടന്ന്. വെള്ളം കുടിച്ചോളാൻ വയ്യ, തൊണ്ടയൊക്കെ വരണ്ട്. അപ്പോൾ പരിചയം ഉള്ളവർ മാത്രം ഞാൻ ഈ പറഞ്ഞ കണക്ക് പോവുക. അല്ലാത്തവർ അതിന് മുതിരരുത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തോട്ട് പോകാം കേട്ടോ. വെള്ളം നോക്കണേ. ഹായും പറയും. നിങ്ങൾ പാറാനെ മണ്ടേ കിടക്കരുത്. കളയും. പിന്നെ ഒരു രക്ഷയില്ല. നമ്മൾ താഴോട്ട് ഇറങ്ങി അത്ര വിളിമ്പിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കരയെ പോയാണ് എടുത്തുകൊണ്ട് വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇത്രയും രണ്ട് ഇട്ടുകൂടെ അടുത്തുനിന്നാണ് എടുക്കുന്നതെന്നല്ലേ പറയുന്നത്. നിങ്ങൾ കണ്ട ഉക്കളറ കടലാണോ എന്ന് അടിക്കുന്നത്. ഒരു വെള്ളം സൈഡ് താഴോട്ട് കാണിച്ചിട്ടാണ് കുഴിയാണ്. അത്ര വിളിമ്പായിട്ടാണ് നിൽക്കുന്നത്.
സൈഡ് നല്ല കുഴിയാണല്ലേ? നല്ല കുഴിയാണ് കേട്ടാ. ഇതിന്റെ സൈഡൊക്കെ നല്ല കുഴിയാണ്. ഇവിടെയൊക്കെ ഡേഞ്ചറാണ്, ഡേഞ്ചർ ഏരിയ. ഞാൻ ഇപ്പൊ ഇറങ്ങി കാണിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് വയ്യ. ഇങ്ങനെ ഇത് വേണ്ട, ഈ തിര വന്ന് അടിക്കണേണ്ട. ഇതിന്റെ ഇടയിൽ നിന്ന് ഈ കല്ല് എടുത്തിട്ട് ഇത് ചാടി വേണം കയറിപ്പോയി മേലെ കൊണ്ടുപോയി ചാക്കിൽ നിറയ്ക്കാനായിട്ട്. ഇതിന്റെ അടിയിലൊക്കെ നമ്മുടെ കൊക്കറ, അതായത് ഊട്ടി, ഇതിന്റെ സൈഡിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. പക്ഷെ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല എന്ന് പറഞ്ഞാൽ ആ രീതിക്ക് വെള്ളം അടിക്കുന്നുണ്ട്. ഇവിടെ കുഴിയാണ്. അതുപോലെ തന്നെ എല്ലാ കല്ലിൻ്റെ സൈഡിനുമാണ് ഈ കൊക്കറ ഉള്ളത് കേട്ടാ. അത് എടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങുന്ന ഒരു ടൈമുണ്ട്. വെള്ളം ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇത്രയും തിര കാണത്തില്ല. ആ സമയത്ത് നല്ല രീതിക്ക് എടുക്കാൻ പറ്റും, പക്ഷേ ഈ ടൈമിൽ എടുക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം. പിന്നെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കല്ലിൽ കൂടെ പോകുമ്പം ദാണ്ട ഈ സാധനം കണ്ട, ഈ സാധനമാണ് കാലിൽ പൊത്ത് കയറുന്ന കേട്ടാ. കുപ്പിച്ചില്ല് പോലെ ഇരിക്കും ഇത് നല്ല ഷാർപ്പാണ് കേട്ടോ, നല്ല ഷാർപ്പാണ്. ഇത് കുപ്പിച്ചില്ല് പോലെ ഇരിക്കും കേട്ടോ, കാലിൽ പൊത്ത് കയറും. ഇതാണ് ഡേഞ്ചർ സാധനമാണത്. അപ്പോൾ അത് നമുക്കിങ്ങനെ വെള്ളത്തിൽ കൂടെയൊക്കെ പോണ സമയത്തൊന്നും അത് കാണാൻ പറ്റത്തില്ല. നമ്മൾ ചെരുപ്പ് ഇടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എങ്ങനെയെങ്കിലും ഈ കല്ലിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമ്മൾ കല്ലിൽ നിൽക്കുന്നത് ഡേഞ്ചറാണ്. കല്ലിൽ നിന്ന് ഇറങ്ങിയാൽ ഓക്കെയാണ്. സംഭവം എന്ന് വെച്ചാലേ, ഈ വലിയ തിരമാലയൊക്കെ വന്ന് അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കല്ലിൽ വന്ന് വീണ് കഴിഞ്ഞാൽ പുറം മൊത്തം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ മൂട്ടയെന്നാണ് പറയുന്നത്. ശരിക്കും അതിൻ്റെ പേരെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൂട്ടയെന്നാണ് പറയുന്നത്. ആ സാധനം പൊത്ത് കയറി കഴിഞ്ഞാൽ എൻ്റെ മോനെ സ്വർഗം കാണും. ഇറങ്ങി 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 അപ്പോൾ എൻ്റെ ചേച്ചി അളിയനൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടാ. ഞാൻ അവരുടെ അടുത്തോട്ട് വീണ്ടും വെള്ളത്തിൽ കൂടെ പോവുകയാണ്. ഞാൻ മുങ്ങട്ടെ. അടുത്ത തിര വരുന്നുണ്ട്. ചെവിയിലൊക്കെ വെള്ളം കയറി. ചേച്ചി വീണ് ചേച്ചി അവിടെ വീണ് കേട്ടോ. പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. ഈ കൊക്കറ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മണ്ണ് തോണ്ടി അതിൻ്റെ സൈഡിൽ ആണ് നമുക്ക് ഇത്തിരി ഒരുവിധം വലുതൊക്കെ കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഈ കല്ലിൻ്റെ സൈഡിൽ ഇതുപോലെ കല്ലിൻ്റെ സൈഡിൽ എടുക്കാൻ പറ്റുമോ? പക്ഷേ തോണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കൊക്കറെങ്കിലും ഞാൻ എടുത്ത് കാണിച്ചു തരാം. എവിടെ കല്ലെവിടെ? ഊട്ടി എടുക്കുന്നതാണോ? കൊക്കറ എടുക്കുന്നതാണോ? കല്ല് കാണിച്ചാ പിള്ളേരെ കാണിച്ചു കൊടുക്കട്ടെ. കൊക്കറ എടുക്കുന്നത് നിങ്ങൾ എവിടെ കല്ല്? ഇവിടെ കല്ലുണ്ട് കേട്ടാ. ഈ കല്ലുണ്ട്. അണ്ടേ വേണ്ട ഇതാ ഈ കല്ല് വേണ്ട. ഈ കാണുന്ന കല്ല് വേണ്ട, കല്ലിൻ്റെ സൈഡിൽ തോന്നണം. അപ്പം ഞാനിത് അവർക്ക് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ 2 എണ്ണം കൊണ്ടുപോയിട്ടൊന്നുമില്ല. മക്കളെ ഇതങ്ങ് മൂത്തച്ഛനെ കൊടുക്കും. അവർ ലോഡുമായിട്ട് കയറി വരുന്നതാണ് കേട്ടോ. അങ്ങ് മേലെ കയറിയാണോ വൃത്തിയാക്കുന്നത്? ഇതിന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. എല്ലാം ചവറൊക്കെ കളഞ്ഞിട്ടാണ്
ഇവർ കച്ചവടത്തിന് കൊണ്ടുപോയിരുന്നത്. ഇവിടെ നിന്ന് എടുത്ത അതേപോലെ അല്ല കേട്ടോ. രണ്ട് ടീമുകൾ അങ്ങ് നിൽക്കണം, അവരിങ്ങ് വന്നില്ല ഇതുവരെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഓ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വർഷമായി, ഒരുപാട് ഇവനെക്കാട്ടും കുഞ്ഞിലേ വന്നതാണ് കടലിൽ. ഒരുപാട് നൊസ്റ്റൊക്കെ അടിക്കുന്ന കേട്ടോ സംഭവം. അവർ കയറി ഇപ്പോൾ സന്ധ്യയായി. നല്ല തിരയുണ്ട്, നല്ല വെള്ളമുണ്ട് കേട്ടോ. നിൽക്കാൻ പറ്റുന്നില്ല, ഇനി നിന്ന പാടാണ്. അതുപോലെ വൃത്തിയാക്കി ഇവർക്ക് കച്ചവടം ചെയ്യണം. രാത്രി തന്നെ കച്ചവടം ചെയ്ത് തീർക്കണം. അപ്പോഴത്തേക്ക് ഇതാ എൻ്റെ വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സ് മാറട്ടെ, അവർ ഡ്രസ്സ് മാറട്ടെ, അവർ കയറി വരും. എന്നിട്ട് വിൽക്കാൻ പോകണം. ഇനി ഇത് സംഭവം എന്ന് വെച്ചാൽ അവർ എടുത്തിട്ട് അത് വൃത്തിയാക്കും കേട്ടോ. അതിൻ്റെ ചള്ള്, കല്ലുമേക്കായകളും പിന്നെ ഈ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കളയും. മിക്കുള്ളതിലും ഞാൻ ഇപ്പോൾ എല്ലാവരെയും മൊത്തത്തിൽ പറയല്ല, ഒരുവിധപ്പെട്ട ആൾക്കാർ അത് വൃത്തിയാക്കാതെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഒരുവിധം ചെറിയ സാധനങ്ങൾ, മൊത്തം വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഇവർ അങ്ങനെയല്ല. ഇവർ മാത്രമല്ല, അങ്ങനെ വൃത്തിയാക്കി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവരുടെ കാര്യം ഞാൻ പറയണം കേട്ടോ. ഇതുപോലെ എല്ലാം തട്ടിയിട്ടിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ലോഡൊക്കെ ആയിട്ട് അവരിന് കച്ചവടത്തിന് പോവുകയാണ് കേട്ടോ. ഞാൻ നേരെ വീട്ടിലോട്ടും പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ ടാറ്റാ.